ഷിരൂരിലെ രക്ഷാദൗത്യം അങ്ങനെ തുടരുകയാണ്. പുഴയിലെ പരിശോധനയാണ്. പക്ഷേ ഇടവിട്ടുള്ള കനത്ത മഴ വലിയ പ്രശ്നമുണ്ടാക്കുന്നതിനിടയിൽ ഇന്നൊരു സ്ത്രീയുടെ മൃതദേഹം അവിടെ കണ്ടെത്തുകയും ചെയ്തു. ഏതായാലും പുഴ കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധന. അതിലേക്ക് കടക്കുകയാണ്. പക്ഷേ അവിടെയും ചില ആധുനിക ഉപകരണങ്ങളുടെ അപര്യാപ്തത ഇന്ന് പ്രശ്നമാകുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ നിന്ന് പോയ സംഘത്തിൽ ഒരാൾക്ക് മാത്രം, അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിന് മാത്രമാണ് ദൗത്യ മേഖലയിലേക്ക് ഇന്ന് കടക്കാനായിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാം നിയന്ത്രിച്ചിരിക്കുകയുമാണ്. ഹാഷ്മി താജ് ഇബ്രാഹിം ഷിരൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഹാഷ്മി, ഇന്ന് കാര്യമായി ഈ പുഴയിൽ തെരച്ചിൽ നടത്താനാവുന്നുണ്ടോ? മാത്രമല്ല, പുഴയിൽ ദിവസങ്ങളായി, ഏതാണ്ട് 8 ദിവസമായി തന്നെ, അല്ലെങ്കിൽ ഈ അപകടം ഉണ്ടായത് തൊട്ട് പിന്നാലെ തന്നെ അവിടെ NDRFന്റെ പരിശോധന ആ ദിവസം മുതൽ പുഴയിൽ നടത്തി. അവരാദ്യം ഒന്ന് നിർത്തിവെച്ചു. പിന്നീട് വീണ്ടും രാഷ്ട്രീയ സമ്മർദ്ദം വന്നതോടുകൂടി നേവി അടക്കം വീണ്ടും അവിടേക്ക് ഇറങ്ങുന്നു. ഈ ഒരു റൊട്ടീൻ തെരച്ചിൽ അവിടെ നടക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഈ മൺകൂനകൾക്കിടയിലേക്കൊരു പരിശോധന, കാര്യമായ ഒരു തെരച്ചിൽ, അത് ഇനിയും സാധ്യമായിട്ടുണ്ടോ? ഗൂഗിൾ ഇല്ല എന്നാണ് അതിൻ്റെ ഒറ്റവാക്കിലുള്ള മറുപടി. അതിന് കൂടുതൽ കാര്യക്ഷമമായ യന്ത്രങ്ങൾ വേണം, കുറച്ചുകൂടി കാര്യക്ഷമമായ സാങ്കേതിക സംവിധാനങ്ങൾ അതിന് ആവശ്യമുണ്ട്. കാര്യം, നമ്മൾ നേരത്തെ പറയുന്ന പോലെ ചെറിയ മണ്ണല്ല ആ പുഴയ്ക്കുള്ളിലുള്ളത്. പുഴയ്ക്കുള്ളിൽ മാസീവ് എമൗണ്ട് ഓഫ് മഡ് അടിഞ്ഞുകൂടിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ആയിരക്കണക്കിന് ടൺ വരും. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന എമൗണ്ടിനപ്പുറത്തേക്ക് മണ്ണ് അതിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 10-40 അടിയുള്ള പുഴ, അത് നികന്ന് മണ്ണ് ഒരു 5 മീറ്റർ മുകളിലേക്ക് നിൽക്കണമെങ്കിൽ എത്രത്തോളം മണ്ണുണ്ട് എന്ന് ഊഹിക്കാവുന്നുള്ളത്. മാത്രമല്ല, ഇപ്പോഴും ഇതിൻ്റെ പല സ്ഥലങ്ങളിലും ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ. എന്ന് പറഞ്ഞാൽ ഈ പശ്ചിമഘട്ട മലനിരകളിലെ ഷിരൂർ മലകൾ ആകെ ദുർബലപ്പെട്ട് നിൽക്കുന്നു. ഗൂഗിൾ നമുക്ക് കാണുന്ന ഇത് അത് മണ്ണ് ചെത്തിയെടുത്താണ്. ആ കാണുന്നത് ഇത്തരത്തിൽ മണ്ണിങ്ങനെ ഒലിച്ചു വന്ന് നിൽക്കുന്നതാണ്. അപ്പുറത്തും അത്തരത്തിലുള്ള സമാന മണ്ണിടിച്ചിൽ കാണാം. എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ആ ഒരു വലിയ മണ്ണിടിച്ചിൽ നിൽക്കുന്നില്ല കാര്യങ്ങൾ. കൂടുതൽ മണ്ണ് ഇപ്പോഴും പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്യുന്നതോറും ആ മണ്ണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പുഴയിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നത് ചെറുതേയല്ല. ഇപ്പോൾ നേവി സ്ഥിരം ഇത്തരം സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സൈഡ് സ്കാൻ സോണാർ എന്ന് പറയുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പരിശോധന അവിടെ നടക്കുന്നത്. ആ സോണാർ മാത്രമാണ് ഇപ്പോൾ നേവിയുടെ പക്കലുള്ളത്. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റിവർ ബെഡിൽ ഒരു സാധനം ഒബ്ജക്റ്റ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ ഇമേജ് കണ്ടെത്താൻ കഴിയുന്ന ഒരു നേവി ഉപയോഗിക്കുന്ന പോർട്ടബിൾ സൈഡ് സ്കാൻ സോണാർ എന്ന യന്ത്ര സംവിധാനമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് റഡാർ സംവിധാനമല്ല, സോണാർ തന്നെയാണ് എന്നാണ് നേവിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ സോണാർ സംവിധാനം ഉപയോഗിച്ച തെരച്ചിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ, ഈ നദിയുടെ അടിത്തട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ഗൂഗിൾ, ഈ നദി ഇത്തരം മണ്ണ് അടിഞ്ഞ് അങ്ങ് ഇളകി മറിഞ്ഞ് അങ്ങ് കലങ്ങി കിടക്കാണ്. അതുകൊണ്ട് ഇതിനടിത്തട്ടിൽ ഒരു നേവി ഡൈവർക്ക് വിസിബിലിറ്റി ഉണ്ടാവില്ല. അത് കാരണം ഈ സോണാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നു. അതിനുശേഷം എന്തെങ്കിലും ഒബ്ജക്റ്റ് കണ്ടെത്തുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് നേവിയുടെ ഡൈവർ ചാടി അത് സ്ഥിരീകരിക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ രീതി. അതിന് 2 സീനിയർ നേവി ഉദ്യോഗസ്ഥരുണ്ട്. ഈ സോണാർ ഉപകരണം ഉപയോഗിക്കുന്ന ഒരാളുണ്ടാകും, പിന്നെ ഡൈവർമാർ 2 പേരുണ്ടാകും. അതാണ് ഇതിൻ്റെ ഒരു യൂണിറ്റ് സംവിധാനം. അങ്ങനെയുള്ള യൂണിറ്റുകൾ ഇപ്പോൾ അവിടെ പരിശോധന നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആകാശ ദൃശ്യങ്ങൾ ബ്ലാക്ക് ബോട്ടുകൾ കാണുന്നുണ്ട്. ബ്ലാക്ക് ബോട്ടാണ് നേവിയുടെ ബ്ലാക്ക് ബോട്ട്, ഓറഞ്ച് ബോട്ട് NDRFൻ്റെതാണ്. ഇതൊക്കെ പറയുമ്പോൾ പോലും ഇതിലെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മൺകൂന നടുക്ക് നിൽക്കുന്ന ഒരു വലിയ മതിൽ പോലെ രൂപപ്പെട്ട് നിൽക്കുന്ന ഈ മൺകൂന, അത് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്ന ഒറ്റ മൺകൂന മാത്രമല്ല, അങ്ങനെ പല സ്ഥലങ്ങളിൽ അത്ര അല്ലാതെയാണെങ്കിൽ കൂടി പല മൺതിട്ടകൾ രൂപപ്പെടുന്നുണ്ട്. ഈ മൺതിട്ടകൾക്കൊക്കെ വലിയ മണ്ണിൻ്റെ വ്യാപ്തി, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം മണ്ണിൻ്റെ വ്യാപ്തിയുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ആണോ നമ്മുടെ ഈ ലോറി തങ്ങി നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഈ മൺകൂനകൾ മാറ്റി പരിശോധിച്ചാൽ മാത്രമേ മതിയാവുകയുള്ളൂ. അതിന് ഈ സോണാർ സംവിധാനങ്ങൾ മതിയാവില്ല. അതിന് വേണ്ടത് കുറച്ചുകൂടി വലിയ ഈ മണ്ണ് പൊളിച്ച്, അല്ലെങ്കിൽ മണ്ണ് അടർത്തി മാറ്റി പരിശോധന നടത്തേണ്ട ഡ്രഡ്ജിങ് ആവശ്യമുള്ള സംഗതികൾ ആവശ്യം. അതിന് ഡ്രഡ്ജിങ് മാത്രം നടത്തിയാലും പോരാ, ഇതിനു വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ അത്തരത്തിലുള്ള ഇതിനുള്ളിൽ ലോറി ഉണ്ടോ എന്ന പരിശോധന സാധ്യമാവുകയുള്ളൂ. അതിനുള്ളിൽ ലോറി ഉണ്ട് എന്ന് സംശയിക്കാനുള്ള കാരണം, നമുക്ക് കിട്ടിയ ഒരു സിഗ്നൽ ആ ഭാഗത്താണ് കിട്ടിയത്. എന്നാൽ സിഗ്നലിനെ വിശ്വസിക്കാൻ ചോദിച്ചാൽ സിഗ്നലിനെ പരിപൂർണ്ണം വിശ്വസിക്കാനും കഴിയില്ല. കാര്യം, ഇവിടുത്തെ മണ്ണ്, പാറ, അവിടുത്തെ ലോഹ ഘടകങ്ങൾ ഒക്കെ ഈ റഡാറിനെയും ഈ സോണാർ സംവിധാനങ്ങളെയും കബളിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ സിഗ്നൽ അങ്ങനെ നമുക്ക് വിശ്വസിക്കാനും കഴിയില്ല. മണ്ണ് മാറ്റി പരിശോധന മാത്രമാണ് യഥാർത്ഥത്തിൽ കാര്യക്ഷമ പരിശോധന. അതിനാവശ്യമായ യന്ത്ര സംവിധാനങ്ങൾ ഇനിയും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. വൈകിട്ടോടുകൂടി കുറച്ചുകൂടി ഈ ഗംഗാവലി പുഴയിലെ മണ്ണ് നീക്കി പരിശോധനയ്ക്ക് ആവശ്യമായ കുറച്ചുകൂടി സംവിധാനങ്ങൾ ഡൽഹിയിൽ നിന്നൊക്കെ എത്തുന്നുണ്ടെന്ന് അറിയുന്നു. പക്ഷേ അതിനും ഒരു സ്ഥിരീകരണമില്ല ഗൂഗിൾ. ഇപ്പോൾ ഇന്ന് നമ്മൾ കാർവാർ MLA, ഇവിടുത്തെ MLA നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഡ്രഡ്ജിങ്ങിന് ആവശ്യമായ 60 അടി താഴത്തിൽ ഡ്രഡ്ജിങ്ങിന് ആവശ്യമായ ഉപകരണം അദ്ദേഹത്തിൻ്റെ തന്നെ ചെലവിൽ മുൻകൈയിൽ ഗോവയിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമങ്ങൾ MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തന്നെ കൈക്കൊള്ളുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് MLA കൊണ്ട് കണ്ടില്ല. MLA സാധാരണ ഈ സമയം ആകുമ്പോഴേക്കും ഇന്നേയും മിനിഞ്ഞാന്ന് നമുക്ക് 4-5 തവണ വന്നു പോയ ആളാണ് MLA. പക്ഷേ ഇന്ന് MLA മറ്റെന്തെങ്കിലും തിരക്കൊക്കെ ആവണം. അപ്പോൾ MLA കൊണ്ടിരുന്ന ആ സംവിധാനം അല്ലാതെ നേവിയുടെയോ സർക്കാരിൻ്റെയോ ഔദ്യോഗികമായി എന്തൊക്കെ സംവിധാനം. ഒരു കാര്യം കൂടി, 80% മണ്ണ് റോഡിലേക്ക് വീണത് നീക്കി പരിശോധിച്ചു എന്ന് രാവിലെ ഈ
രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ഇനിയും കുറച്ച് ഭാഗത്തെ മണ്ണ് നീക്കി പരിശോധിക്കാനുണ്ടെന്നും ഇന്നലെ അർജുൻ്റെ മാതാവ് ഉൾപ്പെടെ സങ്കടത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ മണ്ണിടിഞ്ഞ് വീണ ഒരു കുഴിയുണ്ട് ആ നദിയോട് ചേർന്ന്. അവിടേക്കാണ് ഇവർ ആദ്യഘട്ടത്തിൽ നീക്കിയ മണ്ണ് പോലും കൊണ്ട് ഡംപ് ചെയ്തത്. ആ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന ഈ റോഡിൽ നിന്നുകൊണ്ടെങ്കിലും ആ മൺകൂനയ്ക്കകത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ ഡീപ്പ് ബോർവെല്ലിംഗ് സംവിധാനങ്ങളൊന്നും ഉപയോഗിച്ചുള്ള പരിശോധനയല്ല, അല്ലാതെ മണ്ണുമാന്തി യന്ത്രം കൊണ്ടെങ്കിലും ആ മണ്ണ് നീക്കി, കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കി എന്തെങ്കിലും തെരച്ചിൽ നടക്കുന്നുണ്ടോ? ഗോകുൽ, യഥാർത്ഥത്തിൽ ഇന്ന് കര കേന്ദ്രീകരിച്ചുള്ള കാര്യമായ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ കാര്യമായ തെരച്ചിൽ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നലെ കൊണ്ട് തന്നെ അതേതാണ്ട് വൈൻഡപ്പ് ചെയ്തു. കര കേന്ദ്രീകരിച്ചുള്ള അത് വൈൻഡപ്പ് ചെയ്തു. ദൗത്യസംഘം സേന, ജില്ലാ ഭരണകൂടത്തിന് ആ മൺകൂനയ്ക്കടികളിൽ അടിയിൽ ഈ വാഹനമില്ല എന്ന ഈ റഡാർ സിഗ്നലൊക്കെ വെച്ചുള്ള റിപ്പോർട്ട് കൊടുത്തു. അതോടുകൂടി ഒഫീഷ്യലി അത് അവസാനിച്ചു. മാത്രമല്ല പിന്നെ തെരച്ചിൽ തുടരണമെങ്കിൽ നമ്മുടെ രക്ഷാദൗത്യ സംഘം അതിനുള്ളിൽ ഉണ്ടാവണമായിരുന്നു. ഇന്നിപ്പോൾ ബോധപൂർവ്വം രാവിലെ മുതൽ തന്നെ രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ള ഒരു മലയാളി രക്ഷാദൗത്യ സംഘത്തെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ഗൂഗിൾ നമുക്കിവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ ഇവർക്ക് ഏറ്റവും പ്രയോറിറ്റി ഈ റോഡ് തുറന്നു വിടുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രയോറിറ്റിയാണ്. അത് അവരുടെ കുറ്റമല്ല, അവരുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടനാഴി എന്നൊക്കെ പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ഒരുപാട് ചരക്ക് വാഹനങ്ങൾ പോകുന്ന റോഡാണ്. മാത്രം നമ്മളിവിടെ നോക്കുമ്പോഴേക്കും 100 കണക്കിന് ചരക്ക് വാഹനങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ലോറി ഡ്രൈവർമാരുടെ അടക്കം പ്രതിഷേധമുണ്ട്. ഇവിടെ ലോറി ഡ്രൈവർമാരുടെ സംഘടനയൊക്കെ വലിയ ശക്തമായ സംഘടനയാണ്. അവർ കൊടുക്കുന്ന സമ്മർദ്ദമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ റോഡ് തുറന്നു വിടുക എന്ന പ്രയോറിറ്റിയാണ് ഇപ്പോൾ മാത്രമല്ല, അത് ഫ്രം ദ ഡേ വൺ ഏതായാലും അവിടെ കരയിലുള്ള തെരച്ചിൽ ഇന്ന് അത്ര സജീവമല്ല.